ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. കോതമംഗലത്ത് ഭാര്യയെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി ദശലക്ഷം നഗറിൽ ബിജു ബോബനെയാണ് കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോതമംഗലം വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി ദശലക്ഷം നഗറിൽ യുവതിയെ വെട്ടേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. പിണ്ടിമന വെറ്റിലപ്പാറ ചിറമേൽ സിമി ബിജുവിനെയാണ് വീട്ടിൽ വെട്ടേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ബിജു ബോബനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യാഴാഴ്ച രാത്രി 8 കുടുംബ വഴക്കിനിടെ വെട്ടേൽക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. അയൽവാസികൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി സിമി മരിച്ചു. മൃതദേഹം ധർമ്മഗിരി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കയ്യിൽ മുറിവേറ്റ ബിജു ഇതേ ആശുപത്രിയിൽ തന്നെ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. സിമി ധർമ്മഗിരി ആശുപത്രിയിലെ ക്ലീനിംഗ് ജീവനക്കാരിയാണ്. ബിജു നിർമ്മാണ തൊഴിലാളിയുമാണ്. കോതമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.